പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ജൂബിലി വർഷത്തെ പെസഹ തിരുനാളിൻ്റെ ഓർമ്മ നാം ഇന്ന് ആചരിക്കുകയാണല്ലോ. ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. പരിശുദ്ധ കുർബാനയുള്ള ശക്തി, ആ പരിശുദ്ധ കുർബാനയുള്ള വിശ്വാസം, അത് ഞാൻ 2 ജീവിതാനുഭവങ്ങളോട് ഒന്ന് പങ്കുവെക്കുകയാണ്. ഒന്ന്, ഒരു വെള്ളിയാഴ്ച ആറ്റിൽ മീൻ പിടിച്ച് അത് വിറ്റ് ഉപജീവനം നയിച്ചിരുന്ന ഒരു കുടുംബം എൻ്റെ അടുത്ത് പ്രാർത്ഥനാ സഹായത്തിനായിട്ട് വന്നു. ആ കുടുംബം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് മീൻ വിറ്റുള്ള ജീവിതമാണ്, എല്ലാ ദിവസവും മീൻ വിൽക്കണം, പക്ഷെ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് വരികയും ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ തലേ ദിവസവും അതിന് പിറ്റേ ദിവസവും ഇരട്ടി മീൻ കിട്ടും. അവരങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മുന്നേറിയപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെ അവരുടെ ഉപജീവനം അത് മുട്ടുകൂടാതെ മീൻ പിടിച്ചു തന്നെ അതിന് ഇരട്ടി വിൽപ്പന നടത്തി തന്നെ അവർക്ക് എല്ലാ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് വരുവാൻ സാധിച്ചു. ഞാൻ പറയും, അത് ദിവ്യകാരുണ്യ ഈശോയുടെ ഒരു അനുഗ്രഹമാണ്. ദിവ്യകാരുണ്യ ഈശോ ആ കുടുംബത്തിന് ചെയ്ത ഒരു അത്ഭുതകരമായ പ്രവൃത്തിയാണ്. മറ്റൊരു കാര്യം എനിക്ക് ദിവ്യകാരുണ്യമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്, മദ്യപാനത്തിന് തകർച്ചയിലായിരുന്ന ഒരു കുടുംബം, ആ കുടുംബം പെസഹ ആഴ്ചത്തെ തിരുക്കർമ്മങ്ങളിൽ വിശ്വസിച്ച് ആ കുടുംബത്തിൻ്റെ രക്ഷ നേടിയെടുത്തു. അതായത് അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഇന്ന് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം, അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഈശോ കടന്നു വന്ന് ഞങ്ങൾ ഇതുവരെയായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ആ കാര്യം സാധിച്ചു തരണം. അത് അവരുടെ വിശ്വാസം കൊണ്ട് അത് സാധ്യതമായി. അതൊക്കെ ഇന്നും ജീവിക്കുന്ന ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി സ്നേഹമുള്ള മക്കളെ, ഇന്ന് എല്ലാ ദേവാലയങ്ങളിലെയും പെസഹ പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം നമ്മൾ വീടുകളിൽ പോയി പാരമ്പര്യം അനുസരിച്ച് പതിവുള്ള അപ്പമൃഗ ശുശ്രൂഷ നമ്മൾ നടത്തും. അത് പഴയ നിയമപ്രകാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലും ഇന്ന് അതിന് പുതുമയുണ്ടാകുന്നത് അത് ഈശോയായിട്ട് മാറുമ്പോഴാണ്. അത് കുടുംബത്തിൻ്റെ നാഥൻ ഈശോയാണ്. ആ ഈശോയാണ് കുടുംബനാഥനിലൂടെ നമുക്ക് അപ്പം മുറിച്ചു തരികയും വീഞ്ഞ് പാനം ചെയ്യാൻ തരികയും ചെയ്യുക. അങ്ങനെ വിശ്വസിക്കുന്ന കുടുംബങ്ങളിൽ ദിവ്യകാരുണ്യനാഥൻ വസിക്കും. ഇന്ന ദിവസം നമുക്ക് ശത്രുത, വിദ്വേഷം, പിണക്കം ഒക്കെ മാറ്റിയെടുക്കാം. അങ്ങനെ വേണം നമ്മളെ ഈശോയുടെ സ്നേഹിതരാകുവാൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുവിൻ എന്നാണല്ലോ ഈശോ നമുക്ക് നൽകുന്ന കൽപ്പന. ആ കൽപ്പന അനുവർത്തിക്കുവാൻ നമുക്കിടയാകണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനം, ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതെ, നമുക്ക് വേണ്ടി പെസഹ തിരുക്കർമ്മങ്ങൾ തൻ്റെ അന്ത്യത്താഴ ശുശ്രൂഷയായി നടത്തി നമുക്ക് തന്നെ ശരീരത്വങ്ങൾ പങ്കുവെച്ചു തന്ന ഈശോ ഇന്ന് ജീവിക്കുന്നു. ആ ഈശോ ജീവിക്കുന്നതുകൊണ്ടാണ് സഭയിൽ ഇന്ന് ഈശോ പ്രവർത്തിക്കുക. നമ്മുടെ സഭയുടെ മക്കൾക്ക് അത് അനുഗ്രഹമാവുക. അതുകൊണ്ടാണ് ഈ തിരുവചനം പ്രസിദ്ധമാവുക. അത് ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നമുക്ക് ഈ പെസഹ വ്യാഴാഴ്ച ആ ഈശോയോടെ അനുഗ്രഹം തേടാം. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോയെ, പൗരോഹിത്യത്തെ സ്ഥാപിച്ച ഈശോയെ, അതിലൂടെ സഭയെ നിലനിർത്തുന്ന ഈശോയെ, അതിലൂടെ ഇന്നും യുഗങ്ങളുടെ അവസാനം വരെ ഞങ്ങളോടൊപ്പം വസിക്കുന്ന ഈശോയെ, ആ ദിവ്യകാരുണ്യം ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ ദേശത്തിന് അനുഗ്രഹമായിട്ട് മാറട്ടെ. ദിവ്യകാരുണ്യമേ, ഞങ്ങളെ പൊതിയണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളെ വിശദീകരിക്കണമേ. കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മുടെ എല്ലാ വിശുദ്ധമായ ജീവിതത്തോടും അനുഗ്രഹപ്രദമായ വലിയ ദിവസങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.